ജലീൽ കണ്ണമംഗൽ ചേർന്നു. ജലീൽ ഇന്ന് രാവിലെ ഉണർന്നത് ഏതാണ്ട് ശാന്തമായിരുന്നു നമ്മുടെ GCC മേഖലകളൊന്നാകെ. അതിനുശേഷം കുറെ സമയം കഴിയുമ്പോഴേക്കും വീണ്ടും സ്ഫോടനങ്ങൾ തുടങ്ങി. ഖത്തർ, ബഹ്റൈൻ, കുവൈത്തിലെ അമേരിക്കൻ എംബസി ആക്രമിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം കുവൈത്തിൽ വെടിവെച്ചിട്ട ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിടുന്നുണ്ട്. അത് അവർ വെടിവെച്ചിട്ടല്ല എന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഏതാണ്ട് ഇന്നലെ മെനിഞ്ഞാന്നും കണ്ട ഏതാണ്ട് ടെൻസ് സാഹചര്യം നിലവിൽ ഇപ്പോഴും തുടരുകയാണ് അമേരിക്കൻ എയർബേസുകൾ കേന്ദ്രീകരിച്ച് അവിടെ, അല്ലേ ജലീൽ? ഹാഷ്മി, കുവൈത്ത്, ബഹ്റൈൻ, UAE, ഖത്തർ, ഒമാൻ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ സൗദിക്ക് നേരെ ഈ ആക്രമണം ഇല്ല. ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറാംകോക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ സൗദി പ്രസ് ഏജൻസി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക സോഴ്സുകളിൽ നിന്നുള്ള വാർത്തകൾ മാത്രമേ കൊടുക്കാവൂ, അത് മാത്രമേ നാം റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. സൗദിക്ക് നേരെ ആദ്യ തവണ ഈ റിയാദിനും കിഴക്കൻ പ്രവിശ്യക്കും നേരെ ആദ്യഘട്ടത്തിലുണ്ടായ ആക്രമണത്തിന് പിന്നീട് ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. സൗദി ഇപ്പോൾ ശാന്തമാണ്, ജനജീവിതം സാധാരണ രീതിയിലാണ്. എന്നാൽ ഒരു പ്രശ്ന പരിഹാരത്തിന് ഒരു ശ്രമം നടക്കുന്ന അതേസമയം തന്നെ ആക്രമണം നേരിട്ട ഈ രാജ്യങ്ങൾ ഉൾപ്പെടെ, സൗദി ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഇറാനെതിരെ നീങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം സൗദിയിലെ ഇറാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി സൗദി വിദേശകാര്യ മന്ത്രാലയം ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. ഇതിന് പുറമെ ഇന്നലെ രാത്രി GCC വിദേശകാര്യമന്ത്രിമാരും വീഡിയോ വഴി യോഗം ചേർന്ന് തങ്ങളുടെ ഈ നിലപാട് അറിയിച്ചു. കാര്യമായിട്ട് ഈ GCC വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പറഞ്ഞ സമാധാന ചർച്ചകൾക്ക് ഗൾഫ് രാജ്യങ്ങൾ എപ്പോഴും തയ്യാറാണ് എന്നും, എന്നാൽ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം ഒരു നിലയ്ക്കും അനുവദിക്കില്ല എന്നും മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. GCCയിലെ ഏത് അംഗരാജ്യത്തിന് നേരെയുള്ള ആക്രമണവും എല്ലാ അംഗരാജ്യങ്ങളും നേരിട്ടുള്ള ആക്രമണമായി കണക്കാക്കും, അതിനെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കും എന്നും പറയുന്നു. ജനവാസ കേന്ദ്രങ്ങൾക്കും സിവിലിയൻ സ്ഥാപനങ്ങൾക്കും നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ യോഗം വളരെ രൂക്ഷമായ ഭാഷയിലാണ് അപലപിച്ചത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും UN ചാർട്ടറിന്റെയും ലംഘനമാണ് എന്ന് മന്ത്രിമാർ ചൂണ്ടിക്കാട്ടുന്നു. തങ്ങളുടെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കുന്നതിനായി തിരിച്ചടിക്കാൻ തങ്ങൾക്ക് നിയമപരമായ അവകാശം ഉണ്ട് എന്ന് കൗൺസിൽ വ്യക്തമാക്കുന്നു. ഒരുമിച്ച് ഇതിനെയൊക്കെ നേരിടും എന്നാണ് ഈ യോഗം പറയുന്നത്. ഇറാന്റെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും വിജയകരമായി പ്രതിരോധിച്ച ഗൾഫ് രാജ്യങ്ങളിലെ സായുധ സേനയെ അതോടൊപ്പം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും യോഗം അഭിനന്ദിക്കുന്നു. സംഘർഷം ഒഴിവാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ പരമാവധി നയതന്ത്ര ശ്രമങ്ങൾ നടത്തിയിട്ടും ഇറാൻ ആക്രമണം തുടരുകയാണ് എന്നാണ് യോഗം വിലയിരുത്തിയത്. നമുക്കറിയാം, സൗദിയും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ ഭൂമിയും തങ്ങളുടെ വ്യോമപാതയും ഒരു നിലയ്ക്കും വിട്ടു നൽകില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഈ രണ്ട് രാജ്യങ്ങളും പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു നിലക്കും ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ ഭൂമി അനുവദിച്ചിട്ടില്ല. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ സൗദിക്ക് നേരെ UAEക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി എന്നത് ഈ രാജ്യങ്ങളെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാം ശാന്തമാണ്. ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും ശക്തമായ ജാഗ്രതാ നിർദ്ദേശം ഇന്ത്യൻ എംബസിയും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റും എല്ലാം നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സൗദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിമാനത്താവളങ്ങളും സ്കൂളുകളും മാർക്കറ്റുകളും എല്ലാം സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആഷ്മി, ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.